അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഖാല അല്ലാഹു തആല ഫിൽ ഖുർആനിൽ മജീദ് أعوذ بالله من الشيطان الرجيم إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب. صدق الله. സൂറത്തുൽ ബഖറ 164 165 163 ആയത്ത് 163 ആയത്ത് വരെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾ അടുത്ത 2 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് എടുക്കുന്നത്. നമുക്കറിയുന്ന കുറേ പദങ്ങൾ ഇതിലുണ്ട്. അപ്പം അതെല്ലാം ഉറക്കെ വിളിച്ചു പറയണം. ഇന്ന, തീർച്ചയായും വിളിച്ചു പറയാം എന്നാണോ? അതിൻ്റെ അർത്ഥം പറഞ്ഞതാണ് അല്ലേ? ഇന്ന, തീർച്ചയായും. ഫി ഖൽഖി, ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നാണ് നമുക്കറിയാം. ഫി ഖൽഖ്, ഖൽഖ് പറഞ്ഞാൽ സൃഷ്ടി. അസ്സമാവാത്ത്, ആകാശങ്ങൾ. വൽ അർള്, ഭൂമിയും കാരണം വാന്നുണ്ടല്ലോ. വഖ്തിലാഫ്, ഇഖ്തിലാഫ്, മാറി വരും. നമ്മൾ ചില കാര്യങ്ങൾ ഫിഖ്ഹിൽ ചില കാര്യങ്ങൾ പറയുമ്പം പറയും അതിൽ ഇഖ്തിലാഫ് ഉണ്ട്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ, ഭിന്ന വീക്ഷണങ്ങൾ എന്നൊക്കെയാണ്. വഖ്തിലാഫ്, മാറി വരുന്നു. അല്ലൈൽ, രാത്രി. വന്നഹാർ, പകലും. അന്നഹാർ എന്ന് പറഞ്ഞാല് നഹാർ പകല്, വന്നഹാർ പകലും. വൽ ഫുൽക്ക്, കപ്പല്. അല്ലത്തീ, എങ്ങനെയുള്ള. അല്ലതീ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെയാണ് അല്ലത്തീ എന്ന് പറഞ്ഞാലും. ഒന്ന് പുല്ലിംഗാണ്, ഒന്ന് സ്ത്രീലിംഗാണെന്നുള്ള വ്യത്യാസമാണ്. അല്ലത്തീ, എങ്ങനെയുള്ള കപ്പൽ. തജ്രി, അത് സഞ്ചരിക്കുന്നു.
സഞ്ചരിക്കുന്നു. ഫിൽ ബഹർ, കടലും പറയാം, വേണമെങ്കിൽ പുഴക്കും പറയാം. ബഹർ ബിമാ യൻഫഉ, അത് പലതരത്തിലുള്ള പുഴയുണ്ടല്ലോ. നമ്മൾ തന്നെ ചിലപ്പോ പുഴക്ക് നദി എന്ന് പറയൂലേ. അപ്പോ ബിമാ യൻഫഉ, ബിമാ അതുകൊണ്ട്, യൻഫഉ അത് ഉപകരിക്കുന്നു, അന്നാസ് ജനങ്ങൾക്ക്, വമാ അൻസലല്ലാഹ്, വമാ വാ എന്ന് പറഞ്ഞാല് അത്ഫിന്റെ വാവാണ്. വാവ് അതിനോട് ചേർക്കാൻ വേണ്ടി ആൻഡ് എന്നുള്ള അർത്ഥമാണ്. അൻസല എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഇറക്കി എന്നാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ അല്ലേ, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അൻസല ഇറക്കി. ഇറങ്ങുന്ന സ്ഥലമാണ് മൻസിൽ. ഇറങ്ങുന്ന സ്ഥലം വീട്ടിൽ നിന്ന് ഇറങ്ങലല്ലേ. ഇനി എപ്പോഴാ വീട്ടിൽ നിന്ന് ഇറങ്ങാന്നല്ലേ ചോദിക്കുക. വീട്ടിന്റെ മുമ്പിൽ വലിയ സ്റ്റെപ്പ് ഉണ്ട് വിചാരിച്ചിട്ട് ഇനി എപ്പോഴാ വീട്ടിൽ നിന്ന് കയറുക എന്ന് ചോദിക്കോ? ഇല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങാം. അൻസലല്ലാഹു, അള്ളാഹു ഇറക്കിയത്, മിനസ്സമാ ആകാശം. നേരത്തെ സമാവാത്ത് എന്നാണ് പറഞ്ഞത്, ആകാശങ്ങൾ എന്നാണ്. ഇവിടെ പറയുന്നത് മിനസ്സമാ ആകാശത്ത് നിന്ന്. മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം, ഇൽ നിന്ന് എന്നർത്ഥം. മിനൽ മസ്ജിദി പള്ളിയിൽ നിന്ന്, മിനൽ ബൈത്തി വീട്ടിൽ നിന്ന് അല്ലേ. മിമ്മാ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് പഴയ വെള്ളം തന്നെ. അതിൽ മാറ്റല്ല. ഫ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചതാണ്. അങ്ങനെ, അപ്പോൾ, അതുകൊണ്ട്, ആയതിനാൽ. അഹ്യാ ജീവിപ്പിച്ചു അല്ലേ. അഹ്യാ, അള്ളാഹുവിനെ കുറിച്ച് എന്താ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വയുഹീ വയുമീത്. വയുഹീ വയുമീത്, അവനാണ് ജീവിപ്പിക്കുന്നത്, അവനാണ് മരിപ്പിക്കുന്നത്. അഹ്യാ ബിഹി, അതുകൊണ്ട് അങ്ങനെ അവൻ ജീവിപ്പിച്ചു. അൽ അർള്, ഭൂമിയെ, ബഅദ ശേഷം, മൗത്തിഹാ മൗത്ത് മരണം, മൗത്തിഹാ അതിൻ്റെ മരണം. ഹാ എന്ന് പറഞ്ഞാൽ അത്, അതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞതിനേക്കായിരിക്കും അതിൻ്റെ പോക്ക് ഉണ്ടാവുക അല്ലെ. ലമീർ എന്നാണ് അതിന് പറയാം. നമ്മളിപ്പോൾ ഒരാളെ കുറിച്ച് പറഞ്ഞു, നാസർ സൈനുദ്ദീനെ തച്ചു. അപ്പോൾ എന്തായി? പിന്നീട് അവൻ ബസ്സിൽ കയറിപ്പോയി. പിന്നീട് അവൻ എന്ന് പറഞ്ഞാൽ ആരെ പറ്റിയാ പറയാ? ആര് ബസ്സിൽ പോയി? നാസർ സൈനുദ്ദീൻ അടിച്ചു, എന്നിട്ട് അവൻ ബസ്സിൽ കയറിപ്പോയി. അതാണ് പ്രശ്നം. അത് തെറ്റിപ്പോയാ പോയില്ല കാര്യം. അടിയും കിട്ടി പാവത്തിന്, ബസ്സിലും കയറിയ മാതിരിയായി. നാസർ സൈനുദ്ദീൻ അടിച്ചു, എന്നിട്ട് അവൻ ബസ്സിൽ കയറി പോയി എന്ന് പറഞ്ഞാൽ ആരാ പോയത്? നാസറോ സൈനുദ്ദീനോ അല്ല, നമ്മളോ? അപ്പോ ഇത് എല്ലാ ഭാഷയിലുള്ളതാണ്. വീട്ടിൽ ഇന്നലെ ഒരു പണിക്കാരൻ വന്നു എന്ന് പറഞ്ഞാൽ പിന്നെ പണിക്കാരൻ എന്ന് പറയില്ല, ഓന് എന്നേ പറയുള്ളൂ അല്ലേ. ഇതിനാണ് ലമീർ എന്ന് പറയാം. അപ്പൊ ഇവിടെ ഭൂമിയെ കുറിച്ച് പറഞ്ഞു, എന്നിട്ട് പിന്നെ പറയുന്നത് എന്താണ്? മൗത്തിഹാ, അതിന്റെ മരണം. ഏതിന്റെ മരണം? ഭൂമിയുടെ മരണം. ഭൂമിയെ കുറിച്ചല്ലേ പറഞ്ഞത്. ബസ്സ പറയൂ. ബസ്സ അർത്ഥം പറയും. ബസ്സ നോക്കി പറയരുത്. കൈ കൊണ്ട് കാണിച്ചതിനനുസരിച്ചാ പറയണ്ടേ. ബസ്സ. നമ്മുടെ ശരീരഭാഷക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ പിന്നെ പറയുന്നതിനേക്കാൾ കൂടുതൽ കാണുന്നതാണ് അനുസരിക്കുക കേട്ടോ. ഇരിക്കി എന്ന് പറഞ്ഞാലും എന്തായിപ്പോവും? നമ്മൾ എണീറ്റു പോവും. മനസ്സിലായില്ലേ? അങ്ങനെ ശരീരഭാഷ എന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ള സംഗതിയാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയലാണ് വലിയ കാര്യം അല്ലേ. ചില ഭാഷ അറിയാത്ത ആൾക്കാരുടെ കൂടെ നമ്മൾ കൂടിയാൽ കൂടുതൽ ആംഗ്യത്തിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അത് അള്ളാഹു
നമ്മുടെ ആശയവിനിമയോപാധി ബയാൻ എന്ന് പറയുന്ന കാര്യത്തിൽ അള്ളാഹു ചെയ്തു തന്ന വലിയൊരു സംഗതിയാണ്. മറ്റു മൃഗങ്ങളൊക്കെ അങ്ങനെ കയ്യും കാലും വെച്ചിട്ടല്ല സംസാരിക്കുക, ആണോ? പൂച്ചക്ക് ഇങ്ങനെ മ്യാവൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്തോ ആട്ടോ നമ്മളൊക്കെ. മനുഷ്യന്മാരങ്ങനല്ല. മനുഷ്യന്മാർ സംസാരിക്കുമ്പോൾ കയ്യും കാലും കണ്ണും മൂക്കും നാക്കും തടിയും ഒക്കെ പ്രധാനമാണ്. അതുകൊണ്ടാണ് വാട്സപ്പിലൂടെ അടി കൂടുന്നതിൻ്റെ കാരണം. കാരണം വാട്സപ്പിൽ ഈ കയ്യും കാലും കണ്ണും മൂക്കൊന്നും കാണുന്നില്ല. അതിനകത്ത് അതേന്ന് പറഞ്ഞാൽ അതേ തന്നെ ഉള്ളൂ. പക്ഷെ മലയാളത്തിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേന്ന് പല കോലത്തിലും പറയാൻ പറ്റും, അല്ലേ? അപ്പോൾ അപ്പോഴാണത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുക. നമ്മുടെ ബോഡി ലാംഗ്വേജ് കൂടിയിട്ടാണ്. ആ ബോഡി ലാംഗ്വേജിൻ്റെ അഭാവത്തിലായതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷനിൽ ബ്ലോക്ക് വരുന്നതും നമ്മൾ വിചാരിക്കാത്ത അർത്ഥം വേറെ ആൾ ഉദ്ദേശിക്കുന്നതും അതിൻ്റെ പേരിൽ കലഹങ്ങൾ ഉണ്ടാകുന്നതൊക്കെ. അപ്പോൾ വാട്സപ്പിൽ കലഹം ഉണ്ടായ ആൾക്കാരെ ഒന്നിച്ചിരുത്തുക. ശരിക്കും നിങ്ങളെന്താ പറഞ്ഞതെന്ന് ചോദിക്കുക. അപ്പോൾ ഇയാൾ പറയും, അല്ലല്ലോ ഓൻ അങ്ങനെയല്ല പറഞ്ഞതെന്ന് പറയില്ല, നീ എങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുക. അങ്ങനെ രണ്ടാളും കൂടി പറഞ്ഞാലെന്താവും? ഒരുവിധം പ്രശ്നമൊക്കെ തീരും. മധ്യസ്ഥന്മാർ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ മരണശേഷം വബസ്സ പരത്തി. നമ്മൾ സൂറത്തു നിസായിൽ പറയുന്നുണ്ട്, തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. ആണിനെയും പെണ്ണിനെയും, എന്നിട്ട് ആ ഇണതുണകളിൽ നിന്നായി ലോകത്ത് ധാരാളക്കണക്കായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വ്യാപിപ്പിച്ചു, അല്ലേ? പരത്തി എന്ന് പറഞ്ഞാൽ വ്യാപിപ്പിച്ചു. വബസ്സ അവൻ വ്യാപിപ്പിച്ചു, ഫീഹാ അതിൽ. ഫീ എന്ന് പറഞ്ഞാൽ ഇൽ എന്നാണ്, ഹാ എന്ന് പറഞ്ഞാൽ അത് എന്നാണ്, ഫീഹ എന്ന് പറഞ്ഞാൽ അതിൽ എന്നാണ്. ഇതൊക്കെ നമുക്ക് അറിയണത് തന്നെ കേട്ടോ. മിൻ കുല്ലി ദാബ്ബ. മിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൽ നിന്ന്. ഇൽ എന്നല്ല, ഇൽ എന്ന് പറയണമെങ്കിൽ ഫീ എന്നാണ്. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്. കുല്ലി എന്ന് പറഞ്ഞാൽ എല്ലാം. ദാബ്ബ എന്ന് പറഞ്ഞാൽ ജീവികൾ, ദാബ്ബ. മനസ്സിലായോ? അപ്പോ മിൻ കുല്ലി ദാബ്ബ എന്ന് പറയുമ്പോൾ എല്ലാ ജീവികളെയും, വതസ്രീഫ് തിരിച്ചുവിടുന്നതിലും, റിയാഹ് കാറ്റുകൾ. റീഹ് എന്ന് പറഞ്ഞാൽ കാറ്റ്, ഗന്ധം, കാറ്റ്. റിയാഹ് കാറ്റുകളെ. വസ്സഹാബ് സഹാബ് എന്ന് പറഞ്ഞാൽ മേഘം. സ്വഹാബി എന്നുള്ളതല്ല, അത് എന്താണ്? സീനാണോ? അല്ല, സ്വാദാണ്, നല്ല സ്വാദാണ്. സ്വാഹിബ്, സ്വഹാബത്ത്, സുഹ്ബത്ത് ഉണ്ടോ നമ്മൾ തമ്മിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കണ, നമ്മൾ 5 കൊല്ലം ഇങ്ങനെ ഇരിക്കുന്നത്, നമ്മൾ തമ്മിൽ ഒരു സുഹ്ബത്തുണ്ടോ? എനിക്കാ സുഹ്ബത്ത് എന്ന് പറയരുത്. ഇത് ചീത്ത വാക്കല്ല, അർത്ഥം അറിയാൻ ചിലപ്പോൾ അങ്ങനെ പറയൂ. നമ്മൾ തമ്മില് രണ്ടാള് തമ്മിൽ അടി കൂടിയപ്പോൾ ഒരാളും പറഞ്ഞു മറ്റാന് നിരപരാധിയാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ വാപ്പ നിരപരാധി, ഞാനല്ല എന്ന് പറഞ്ഞാല് ഓൻ വിചാരിച്ചെന്തോ ചീത്ത പറയാന്ന്. അങ്ങനെ അല്ല. നമ്മൾ തമ്മിൽ സുഹ്ബത്തുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ്? അത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവണമെങ്കിൽ സ്വഹാബി എന്ന് പറഞ്ഞാൽ സഖാവ് എന്നാണ്. മനസ്സിലായോ? അതിന്റെ സ്ത്രീലിംഗം സഖി എന്നാണ്. കമ്മ്യൂണിസ്റ്റുകാർ പെണ്ണുങ്ങളെയും സഖാവ് എന്ന് തന്നെ പറയും. അതെന്താന്ന് വെച്ചാൽ അതൊരു ഭാഷ എന്നർത്ഥത്തിലല്ല, അവരുടെ ഒരു സാങ്കേതിക പദം എന്നർത്ഥത്തിലാണ്. അതാണായാലും പെണ്ണായാലും ഒക്കെ സഖാവ് എന്ന് പറയും. യഥാർത്ഥത്തിൽ ഭാഷയിൽ സഖാവ് എന്നതിൻ്റെ സ്ത്രീലിംഗം സഖി എന്നാണ്. ഇല്ല, മാറേണ്ടിയില്ല. സഖി എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടെ കഴിയുന്നയാളാണ്. കൂടെ കഴിയുന്ന ആള്, സുഹ്ബത്തുള്ള ആളാണ്. അപ്പോ സ്വാഹിബേ അല്ലെങ്കിൽ സ്വാഹിബ എന്ന് പറഞ്ഞാൽ ഈ സുഹ്ബത്താണ്. അപ്പോ എന്താ പറയാ, ഒന്നിച്ച് കഴിയുക, അടുപ്പമുണ്ടാവുക. നമ്മളെല്ലാവരും പരസ്പരം സഖാക്കളാണ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരാന്നുള്ള അർത്ഥത്തിലല്ല,
നമ്മളെല്ലാവരും തമ്മിൽ നല്ല അടുപ്പവും ബന്ധവും ഉള്ളവരാണ്. ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ എന്ന് പറയണത് എന്തുകൊണ്ടാണ്? ആ സുഹബത്ത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഓനടിച്ചാൽ എനിക്കിപ്പോൾ എന്താ എന്ന് അങ്ങനല്ലല്ലോ. നമ്മളിൽ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ, നമ്മളിൽ ഒരാളെ അഭിമാനം ക്ഷതപ്പെട്ടാൽ, നമ്മളിൽ ഒരാളെക്കുറിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് പറയുന്നതിനാണ് സുഹബത്ത്. അങ്ങനെ തന്നെയല്ലേ? അൽ മുസഖർ, അൽ മുസഖർ, നിങ്ങളിത് എപ്പോഴോ ഒന്ന് പ്രാർത്ഥിക്കലുണ്ട്, സുബ്ഹാനല്ലദീ സഖർ ലനാ ഹാദാ, അല്ലേ? ഈ വാഹനത്തെ, ഇതിനെ, ഈ വാഹനം എന്നൊന്നും ആവില്ല, ഇതിനെ എനിക്ക് മെരുക്കിത്തന്ന, അധീനപ്പെടുത്തി തന്ന അള്ളാഹു പരിശുദ്ധനാണ് എന്നാണ്. അത് ഒട്ടകാണെങ്കിലും കുതിരാണെങ്കിലും കപ്പലാണെങ്കിലും വിമാനാണെങ്കിലും മോട്ടോർ സൈക്കിളാണെങ്കിലും ഒക്കെ അതിനെ നമുക്ക് അധീനപ്പെടുത്തി തന്നവനാരാണ്? അള്ളാഹുവാണ്. അതാണ് മുസഖർ, അധീനപ്പെടുത്തപ്പെട്ട. ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ. അസ്സമാ, വീണ്ടും പറയാണ്, ആകാശം. വൽ അർള്, ഭൂമിയുടെയും. ല ആയാത്ത്, ല ആയാത്ത്, ല ആയാത്ത്, ല എന്ന് പറയുന്നത് തൗക്കീദിന്റെ ലാമെന്നായി പറയാം. എന്ന് പറഞ്ഞാൽ ഉറപ്പായും ഉണ്ട്. ആയാത്ത്, അടയാളങ്ങൾ. ആയത്തിന്റെ ജമാണ് ആയാത്ത്. ലി ഖൗമിൻ, ആർക്കുണ്ട്? ലി എന്ന് പറഞ്ഞാൽ ക്ക് അല്ലെങ്കിൽ ന് എന്നാണ് അർത്ഥം. ലി ഖൗമിൻ, ആർക്കുണ്ട്? ഒരു ജനതക്കുണ്ട്. യഖിലൂൻ, അഖൽ ഉള്ള ആൾക്കാർ. അഖൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മലയാളത്തിൽ ചിലപ്പോൾ മൂള എന്ന് പറയില്ലേ? ബുദ്ധി എന്ന് പറയുന്നതിനേക്കാളും ചില സമയത്ത് നമുക്ക് മൂള എന്ന് പറയുന്ന, അങ്ങനെ പറയില്ലേ? ഓനൊരു മൂളല്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ അതിനൊരു മാനുണ്ട്, അല്ലേ? അതാണ് അഖൽ എന്ന് പറയുന്നത്. അപ്പോൾ ചിന്തിക്കുന്ന ജനതക്ക്, ചിന്തിക്കുന്ന കൗമിന് തീർച്ചയായും അടയാളങ്ങൾ ഉണ്ട്. ചിന്തിക്കാത്ത കൗമിനോ? ചിന്തിക്കാത്ത കൗമിന് എന്തുണ്ടാവാനാണ്, അല്ലേ? ആലോചിച്ചിട്ടൊരു അന്തവുമില്ല, ആലോചിക്കായിട്ടൊരു കുന്തവും ഇല്ല എന്നാണ്. ആലോചിച്ചാലാണ് നമുക്ക് അന്തല്ലായ്മ തിരിയുള്ളൂ. ആലോചിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒന്നുമില്ല. ചില ആളുകളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാന്ന് വെച്ചാൽ, ആകാശം മൊത്തടിഞ്ഞു പൊളിഞ്ഞു വീണാലും ഞാനൊരു സൈഡിലേക്ക് മാറി നിൽക്കും എന്നുള്ളതാണ്. ആകാശം പോകുമ്പോൾ പിന്നെ സൈഡ് ബാക്കി ഉണ്ടാവുമോ എന്നതിനെ കുറിച്ച് ചിന്തിക്കൂല. നാട്ടിൽ എന്തെല്ലാം കുലുമാല് നടന്നാലും ആൾക്ക് എന്താണ്? പ്രത്യേകിച്ച് ഒന്നുമില്ല. അങ്ങനെയാണ്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, എന്തോ ഒരു ധൈര്യം കൊണ്ടോ എന്തെങ്കിലും ഒന്ന് ഒരുക്കി വെച്ചത് കൊണ്ടോ ഒന്നുമല്ല. ഒരു സംഗതിനെ പറ്റി ആലോചിക്കഴിഞ്ഞാല് പിന്നെ ബന്ധാവണം. ഇപ്പോൾ തീ കണ്ടാൽ കുട്ടികളെ സംബന്ധിച്ച്, കുട്ടികൾക്ക് അതൊരു ഹരമാണ്, അല്ലേ? കിടക്കൊക്കെ തീ പിടിച്ചു, കുട്ടി കണ്ടു, കുട്ടി ഇങ്ങനെ ഹായ് നല്ല രസമുള്ള, നല്ല ഫ്ലെയിമാണ്, കുട്ടി നല്ല ജ്വാലയായിട്ടാണ് അതിനെ കാണുക. അപ്പൊ ആ കുട്ടീനെ കണ്ടിട്ട് ഒരാൾ പറയും, എന്താ ഓൻ്റെ ധൈര്യം നോക്ക്. ഓൻ്റെ ധൈര്യമാണോ? ഓൻ്റെ ധൈര്യമല്ല, ഓൻ്റെ നന്ദക്കേടാണ്. ഓൻ അറിഞ്ഞൂടാ അതെന്താ സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു കൗതുകത്തിലാണ് ഓനുള്ളത്. അതിങ്ങനെ കണ്ടു നിൽക്കുകയാണ്. ഇതുപോലെ ആയിപ്പോകും ചിലപ്പോൾ മനുഷ്യന്മാര്. മഹാ അപകടങ്ങൾ അടയാളമായി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും ഈ അഖലില്ലാതെ പോയാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇങ്ങനെ ഈ കുട്ടി കിടക്കൊക്കെ തീപിടിച്ചത് കണ്ട കുട്ടിയെ പോലെ നിൽക്കും. അപ്പുറത്ത് ഉമ്മ കിടക്കണുണ്ട്, കിടക്കേണ്ട ഇത്തലക്കൽ ക്ഷീണമായിട്ട് കിടക്കുകയാണ്, വല്ലാണ്ട് കിടക്കുകയാണ്. കുട്ടി അടുത്തുണ്ട്, അപ്പോഴാണ് തീ പിടിച്ചത്. കുട്ടി ഉടനെ ഈ ഉമ്മാനെ തട്ടി വിളിക്കുകയാണ് വേണ്ടത്, ഇത് അപകടമെന്ന് മനസ്സിലായാൽ. പക്ഷേ കുട്ടി കളിക്കുകയാണ്. ഇതുപോലെ അഖലില്ലാത്ത മനുഷ്യന്മാര് ആയത്തുകൾ കണ്ടാലും മനസ്സിലാക്കാത്തവരാണ്. ആയത്തുകൾ കണ്ടാൽ മനസ്സിലാകണമെങ്കിൽ അഖല് വേണം. അതുകൊണ്ടാണ് ലിഖൗമിൻ യഖിലൂൻ എന്ന് പറയുന്നത്. ചിന്തിക്കുന്ന ജനതക്കാണ് ആയത്തുകൾ ഉള്ളത്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അർത്ഥം? ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ നമ്മക്ക് അറിഞ്ഞുകൂടാത്തത്. നമുക്കറിയുന്ന ഭാഷയിൽ പറയൂ, അർത്ഥം പറയുമ്പോൾ അടയാളം എന്നാണ്. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ സ്കിപ്പ് ചെയ്തു പോകും, നമ്മൾ അതിനെ ചാടിക്കടന്ന് മറികടന്നു പോകും. എന്തോ ഉണ്ട് എന്ന് മാത്രമേ മനസ്സിലാവുള്ളൂ. അങ്ങനെയല്ല വേണ്ടത്. അടയാളമാണ്, ചിഹ്നമാണ്.
ട്രാഫിക് സിഗ്നൽസ് അതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ വലിയ സന്ദേശങ്ങളെ എഴുതി കാണിക്കാൻ കഴിയാത്ത സമയത്തോ അല്ലെങ്കിൽ അതിനേക്കാൾ സൗകര്യത്തിലോ ആണ് ട്രാഫിക് സിഗ്നൽസ് വർക്ക് ചെയ്യുന്നത്. ഒരു കുട്ടി സ്കൂൾ ബാഗ് പിടിച്ച് ഓടുന്ന ഒരു ചിത്രം ഉണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം ഡ്രൈവർ? അവിടെ അടുത്തൊരു സ്കൂളുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുകയും ജാഗ്രത പാലിക്കുകയും വേണം. ഈ വിവരം ഇങ്ങനെ എഴുതി വെച്ചാൽ എത്ര വലിയ ബോർഡ് വേണ്ടി വരും ദൂരെ നിന്ന് വരുന്നൊരു വാഹനത്തിന് വായിച്ചെടുക്കണമെങ്കിൽ. തമിഴനായിരിക്കാം ഡ്രൈവർ, ആന്ധ്രക്കാരനായിരിക്കാം, കന്നഡക്കാരനായിരിക്കാം, മലയാളി ആയിരിക്കാം. അപ്പം എല്ലാ ഭാഷയിലും എഴുതിയൊക്കെ അപ്പം ഒന്നും വേണ്ട, ഒരൊറ്റ ചിഹ്നം മതി. പക്ഷേ അക്കലില്ലാത്ത ഡ്രൈവറാണെങ്കിൽ ആ ചിത്രം കണ്ടായിരിക്കും ഇവിടെ ബാഗിൻ്റെ പീടിയുണ്ട് എന്നേക്കൂ അതിൻ്റെ അർത്ഥം. അപ്പം ഇയാൾ വേഗതയും കുറക്കൂല, ജാഗ്രതയും കാട്ടൂല. കുട്ടിക്ക് ബാഗ് വാങ്ങാൻ വേണ്ടി പറഞ്ഞ കാര്യം ആലോചിച്ചിട്ട് മൂപ്പര് വണ്ടി ഓടിക്കും. അതാണ് അക്കലില്ലെങ്കിലും സംഭവിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ധാരാളക്കണക്കിന് അടയാളങ്ങളെ ചിതറി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ ആയത്ത് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ് ഇതെങ്ങനെയാണ് പടച്ചിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഈ ഭൂമി, നമ്മൾ ഈ ഭൂമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വെള്ളം വരുന്നത്. ഈ ഭൂമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് അഗ്നിപർവ്വത ലാവകൾ പൊട്ടി ഒഴുകുന്നത്. ഈ ഭൂമിൻ്റെ അടിയിൽ നിന്ന് തന്നെയാണ് പെട്രോൾ ഒഴിച്ചെടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. സ്വർണ്ണം ഇതിൻ്റെ ഉള്ളിലാണ്, ഇരുമ്പും ഇതിൻ്റെ ഉള്ളിലാണ്, എന്തെങ്കിലും വിത്തൊക്കെ മുളച്ച് വരുന്നതും അവിടെ നിന്നാണ്. എല്ലാം അതിൻ്റെ ഉള്ളിലാണ്. ഇപ്പം നമ്മൾ ഇവിടുന്ന് പിന്നെ താമരശ്ശേരി അടിവാരത്തെത്തി കഴിഞ്ഞാൽ അടിവാരത്തുനിന്ന് അവിടെ ഉള്ളൊരു കിണർ നോക്കുകയാണെങ്കിൽ അവിടെ വെള്ളം കാണാം, അല്ലെ തോട്ടിൽ വെള്ളം കാണാം. ഇത് കയറി 9 വെള്ളം കഴിഞ്ഞ് ലക്കിടിയിൽ കയറിക്കാണെങ്കിൽ ശരിക്കും അവിടുത്തെ കിണറിന് എത്ര ആഴമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ അടിവാരത്തെ വെള്ളത്തിൻ്റെ അതേ നിരപ്പിൽ എത്തണമെങ്കിൽ അവിടുന്ന് എത്ര താഴ്ച പോകണം? അങ്ങനെയാണോ അവിടുത്തെ കിണർ? അങ്ങനെയാണോ അവർക്ക് വെള്ളം തുള്ളി കിട്ടൂല. അപ്പോൾ അവിടെ കുഴിച്ചു നോക്കിയാൽ അവിടെ തന്നെ വെള്ളം. ആ വെള്ളം എന്തുകൊണ്ടാണ്? ഈ വാട്ടർ ലെവൽ എങ്ങനെയാണ്? എപ്പോഴും വാട്ടർ ലെവല് താഴോട്ടൊക്കെ പോലെ. പക്ഷെ ആ വാട്ടർ ലെവൽ അനുസരിച്ചിട്ട് വയനാട്ടിലെ മൊത്തം വെള്ളം കണ്ണൂരേക്കും കോഴിക്കോട്ടേക്കും ഒക്കെ അങ്ങോട്ട് ഒഴുകിപ്പോയാൽ പിന്നെ വയനാട്ടുകാർക്ക് വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ അള്ളാഹു തആല അതിനനുസരിച്ച് സംവിധാനം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വെള്ളം അവിടെ തന്നെ നിൽക്കും. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭൂമിയുടെ ഘടന എത്ര മനോഹരമാണ്, അതിൻ്റെ സൃഷ്ടിപ്പ് എത്ര ഗംഭീരമാണ്. ഇപ്പോഴും മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ലാത്ത ഭൂപ്രദേശങ്ങൾ ഉണ്ടാകാം എന്നാണ്. കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏതോ ഉപഗ്രഹത്തൊന്നും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ മണ്ണിലിറങ്ങി ശരിയായ രീതിയിൽ അത് പഠിച്ചെടുത്തിട്ടില്ലാത്ത സ്ഥലങ്ങളുണ്ടാകാം. അപ്പം അതിൽ തന്നെ മരുഭൂമിയുണ്ട്, അല്ലേ, പീഠഭൂമി, ഇങ്ങനെ പലജാതി ഭൂമികൾ. നമ്മൾ പിന്നെ ഏതിലായിരുന്നു അത് പഠിച്ചത് സ്കൂളിൽ പോയപ്പോൾ? ഏതിലാ? സാമൂഹ്യ പാഠം മൊത്തത്തിൽ പറയണാണ് ജിയോഗ്രഫി. ജിയോഗ്രഫി അല്ലേ? പക്ഷെ അന്ന് നമുക്ക് മനസ്സിലായില്ല അതെന്തിനാ പഠിക്കണത്. അതുകൊണ്ടാണ് ജിയോഗ്രഫി ഉണ്ട്. പിന്നെന്താ ഉള്ളത് സാമൂഹ്യ പാഠത്തിന്റെ ഭാഗമായിട്ട്? ഹിസ്റ്ററി ഉണ്ട്. പിന്നെന്താ ഉള്ളത്? എന്താണ്? സിവിക്സ് അല്ലേ? എനിക്ക് അറിഞ്ഞൂടാ. നമ്മക്കൊന്നും കിട്ടിയില്ല. നിങ്ങൾ മാത്രം പഠിച്ചത്. നമ്മളൊരു സാമൂഹ്യ പാഠം പഠിച്ചത് അല്ലേ? ഒറ്റ സാമൂഹ്യ പാഠം. അതിൽ മറ്റേ ആള് ചായപ്പടി എന്ന് പറഞ്ഞ മാതിരി എല്ലാം ഇതിലൂടെ ഉണ്ടാവും. പക്ഷെ നമുക്ക് അന്ന് മനസ്സിലായില്ല. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രശ്നമാണ്, പഠിക്കുന്ന ആൾക്ക് മനസ്സിലാവണില്ല എന്തിനാന്ന്. അതുകൊണ്ടാണ് നമുക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതിരുന്നത്. നമ്മൾ നിസ്കാരത്തിന്റെ ശർത്തും പറഞ്ഞതിന്റെ ഒക്കെ പ്രശ്നം തന്നെയാണ്. കാരണം നമ്മൾ അന്നും പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായിട്ടില്ല ഇത് എന്തിനുള്ളതാണെന്ന്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും മനസ്സിലാവാത്ത കുറേ സംഗതി നമ്മൾ പഠിച്ചു ഇല്ലേ? ഒരുപാട് സംഗതികൾ ലസാഗു ഉസാഗ എന്നൊക്കെ പറഞ്ഞാൽ അത് എന്തിനായിരുന്നുള്ളത്, ആർക്കും വേണ്ടിയിട്ടാണെന്നുള്ളത് പണ്ടേ ഉള്ളതാണ്. പക്ഷെ അത് പഠിക്കുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞൂടാ അതെന്തിനാണ്. അപ്പൊ ഭൂമിയെക്കുറിച്ച് ചിന്തിക്കാൻ, ജിയോഗ്രഫി പഠിക്കുമ്പോൾ ഭൂമിയെക്കുറിച്ച് ചിന്തിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ ആ പാഠത്തിന് വളരെ പ്രസക്തിയുണ്ട്. മണ്ണിൻ്റെ പ്രത്യേകതകൾ, ഒരേ തരത്തിലുള്ള മണ്ണല്ലല്ലോ, ഇത്ര തരത്തിലുള്ള വൈവിധ്യമാർന്ന മണ്ണുകളാണ്.
പലതരം. ഇനി ഒരേ സ്ഥലത്ത് തന്നെ ടീച്ചർ പറഞ്ഞ പോലെ മേൽമണ്ണ് വേറെ, അതിൻ്റെ അടുത്ത് വേറെ, അതിൻ്റെ അടുത്ത് വേറെ. കുറെ താഴോട്ട് പോയാൽ അതിൻ്റെ ഒരു സ്വഭാവം മാറുകയാണ്, അല്ലേ? ഘടന മാറുന്നു. ഇങ്ങനെയൊക്കെ ഈ ഭൂമിയെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? അപ്പൊ തീർച്ചയായും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ, ആകാശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സീലിംഗ് പോലെ ഇങ്ങനെ പോയാൽ തട്ടുന്ന ഒരു ആകാശമല്ല മേലെ ഉള്ളത്. നമ്മളിപ്പോൾ കാണുന്ന നീല നിറം അല്ലെങ്കിൽ വെള്ള നിറം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ പറയും ആകാശം മുട്ടെ, അല്ലേ? അമ്പരചുംബികളായ കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശത്തെ ചുംബിക്കാൻ അടുത്ത് നിൽക്കുന്ന, അത്രേ ഉയരണ്ടെന്നതിന് അർത്ഥമുള്ളൂ, അത്രേ ഉള്ളൂ. ഫ്ലൈറ്റ് കയറി വെക്കാനാണ് നമുക്ക് മനസ്സിലാവുക മേലെ മാത്രമല്ല ആകാശം, താഴെ ആകാശമാണ്. അങ്ങനെ മനസ്സിലായി? ജനലിൻ്റെ കൂടെ പുറത്തേക്ക് വെക്കാൽ മേലെ മാത്രമല്ല ആകാശം, താഴെ ആകാശമാണ്. ആണ് ഒരു പരിധി അങ്ങ് വിട്ടാൽ പിന്നെ ഭൂമിയുടെ പച്ചപ്പും സംഗതികളൊന്നും കാണൂല. താഴോട്ട് നോക്കിയാലും മേലോട്ട് നോക്കിയാലും ഒരുപോലെ. അപ്പൊ ആകാശം എന്നാൽ എന്താണ്? അപ്പൊ അവിടെയാണ് ആകാശങ്ങൾ എന്ന് അല്ലാഹു പ്രയോഗിച്ചത്. ആകാശങ്ങൾ എന്ന്, സബ്അ സമാവാത്ത് എന്ന് പറയുന്നുണ്ട്, ഏഴാകാശം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി മാറി വരുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ അതിൻ്റെ മാറ്റത്തിന് തന്നെയും പ്രത്യേകതകളുണ്ട്. ഇപ്പം ഇങ്ങനെ പകല്, അപ്പൊ ഒരു ലൈറ്റ് ഓഫ് ചെയ്യണമാതിരല്ല രാത്രി ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ ഒരു ലൈറ്റ് ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആക്കിയാൽ അതങ്ങ് കെട്ടുപോലും. അങ്ങനെയല്ല രാത്രി ഉണ്ടാകുന്നത്. രാത്രി ഇങ്ങനെ ആയത് നമ്മളിങ്ങനെ അറിയണില്ല. നമ്മളൊരു റൂമിൽ വായലടച്ചിരിക്കുകയാണെങ്കിൽ വാച്ചും ക്ലോക്കും നോക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തോ ഒരു വീഡിയോ കാണുകയും കൂടിയാണെങ്കിൽ എന്താവൂല, അറിയാനല്ല. അപ്പൊ എത്ര മനോഹരമായി പകലിൽ നിന്ന് രാത്രിയിലേക്ക്, രാത്രിയിൽ നിന്ന് പകലിലേക്ക് വേറൊരു സ്ഥലത്ത് പ്രയോഗിച്ചത് അതിനെ ഊരിയെടുക്കുന്നു എന്നാണ്, അല്ലേ? ഊരിയെടുക്കുകയാണ്. നമ്മൾ പഠിച്ചതാ, യാസീനും ഗൾഫൊക്കെ കഴിഞ്ഞതാ. അപ്പോ ഇങ്ങനെ ഊരിയെടുക്കുന്നത് പോലെ, അല്ലേ? രാത്രിയിൽ നിന്ന്. അപ്പൊ പകലെന്ന് പറയുന്നതിനെ അവിടെ നിന്നിട്ട് ഊരിയെടുത്താൽ പിന്നെ അവിടെ ഇരുട്ടായി, അല്ലേ? അപ്പൊ ഇതൊക്കെ മാറി മാറി വരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പകല് അങ്ങ് തീരണില്ല എന്ന് വിചാരിക്കുക. പകല് തീരുന്നില്ല, എന്താ ചെയ്യാ? കുടുങ്ങിയില്ലേ? രാത്രി തീരുന്നില്ല, കുറച്ചു നേരം കൂടി ഉറങ്ങാന്ന് ഇപ്പം വിചാരിക്കും. അത് തീരാണ്ട് നോക്കണം, ഒരു സെക്കൻഡ്. അത് ഭൂമിയുടെ എന്താണ് അക്ഷാംശം, രേഖാംശം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഗതികൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലോ അന്ന് മാഷ് പറഞ്ഞേന്. അപ്പോ വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി മാറി വരുന്നു. പിന്നത്തെ പറയുന്ന ഒരു സംഗതി എന്താ അറിയോ? അപ്പൊ ഇതൊക്കെ അടയാളാണെന്നാണ് പറയണത്. എങ്ങനെ? നമ്മുടെ കിതാബ് പരിശുദ്ധ ഖുർആൻ, അൽ ഫുർഖാനുൽ അദീം, പരിശുദ്ധ ഖുർആനില് ആയത്തുൽ കുർസി ഉണ്ട്, ആയത്തുൽ ദൈൻ ഉണ്ട്, അല്ലെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ്റെ ഒരു ആയത്താണ്. ഇതിനൊക്കെ ആയത്ത് എന്നാണ് പറയാ കിതാബില്. ഇതുപോലെ പ്രപഞ്ചമാകുന്ന ഈ ഒരു വലിയ കിതാബ്, ഇത് തുറന്ന പുസ്തകമാണ് പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിലെ ആയത്തുകളാണ്, ഖുർആനിലെ ആയത്തുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തുദ്ദീനൊക്കെ. ഇതുപോലെ പ്രപഞ്ചമാകുന്ന ഈ കിതാബിലെ ആയത്തുകളാണ് ആകാശങ്ങൾ, ഭൂമി. അതേപോലെ ഇതൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞും വരുന്നത്. പിന്നെ വൽ ഫുൽക്ക്, കപ്പല്, അല്ലത്തി തജ്രീ ഫിൽ ബഹർ, സമുദ്രത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കപ്പൽ. സയൻസിന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ആണിയിട്ടാൽ വെള്ളത്തിൽ താന്നു പോവും. ഇരുമ്പ്, എത്രയോ ടൺ കണക്കിന് ഇരുമ്പോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കപ്പല് എന്തുകൊണ്ട് താഴുന്നില്ല? ആരാ ഉത്തരം പറയാ? ആരാ ഉത്തരം പറയാ? ചോദ്യം എല്ലാവരും കേട്ടിരിക്കുന്നത്, ഉത്തരാണ് പ്രശ്നം. ആണി എന്ന് പറയുന്നത് ചെറിയൊരു ഇരുമ്പിന്റെ കഷ്ണമാണ്. ഇങ്ങനത്തെ 1000 ആണികൾ, 10,000 ആണികൾ ആണ് ഈ കപ്പൽ എന്ന് പറയുന്നത്. പക്ഷെ അതവിടെ നിൽക്കുന്നു. അത് നിൽക്കുക മാത്രല്ല, ഈ ഇരുമ്പ് കൊണ്ടുള്ള കപ്പൽ മാത്രല്ല, മരത്തിൻ്റെത്, അല്ലേ? മരം കൊണ്ടുണ്ടാക്കിയത്, ഒരൊറ്റ ഇരുമ്പുമില്ലാതെ ഉണ്ടാക്കിയ കപ്പൽ ഉണ്ട്.
ആ കപ്പല് പണ്ട് ലോകസഞ്ചാരി, അദ്ദേഹത്തിന്റെ പേരെന്താ, സിൻവാറാണ്. ലോകസഞ്ചാരിയായിട്ടുള്ള, പേര് തെറ്റിയാൽ ഇന്റെ തെറ്റ്, എന്തായാലും അങ്ങനെ ഒരാളുണ്ട്. അദ്ദേഹം ഉണ്ടാക്കിയ കപ്പലിനെ പുനരാവിഷ്കരിക്കാൻ വേണ്ടി ഒമാൻ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ അലി മണിക് ഖാനോട് പറഞ്ഞു. അങ്ങനെ അലി മണിക് ഖാൻ അങ്ങനെ ഒരു കപ്പലുണ്ടാക്കി. ഒരൊറ്റ ഇരുമ്പും ഇല്ലാതെ മുഴുവനായും മരം മാത്രം ഉപയോഗിച്ച്, ആണിയും മരം തന്നെ ഒക്കെ ഉപയോഗിച്ചിട്ടൊരു കപ്പൽ. അത് മസ്കറ്റിൽ അവർ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളെ ഈ അലി മണിക് ഖാൻ ഉണ്ടല്ലോ, അദ്ദേഹം ഉണ്ടാക്കിയ കപ്പലാണ്. ആ ലോകസഞ്ചാരിയുടെ അദ്ദേഹത്തിന്റെ കപ്പലിനെ പുനരാവിഷ്കരിച്ചിട്ടുണ്ടാക്കിയതാണ്. അപ്പൊ എന്താണ് അതിലുള്ളൊരു അത്ഭുതം, എത്രത്തോളമാണ്? ലോകത്ത് പ്രത്യേകിച്ച് അന്ന് ചരക്ക് നീക്കം മുഴുവനും നടന്നിരുന്നത് കപ്പലിലൂടെയാണ്. ആളുകൾ സഞ്ചരിച്ചതും കപ്പലിലൂടെയാണ്. അങ്ങനെ സഞ്ചരിച്ചാണ് ലോകത്ത് സംസ്കാരങ്ങൾ തമ്മിലുള്ള വിനിമയം നടന്നിരുന്നത്. അപ്പൊ കപ്പലിലൂടെ ചരക്ക് മാത്രമല്ല അവിടെ എത്തുക, അതോടൊപ്പം സംസ്കാരവും എത്തും. അങ്ങനെ പോർച്ചുഗീസുകാർ അവരുടെ കപ്പലിലൂടെ ഇവിടെ വന്നിട്ടാണ് അവരുടെ സംസ്കാരം ഇവിടേക്ക് പകർത്തിയത്. പലതും നമ്മൾ ഇങ്ങോട്ട് വാങ്ങി, കുറേ അവിടുന്ന് അങ്ങോട്ട് കൊടുത്തു. ഭാഷ, അറബികൾ കച്ചവടത്തിന് വേണ്ടി വന്നപ്പോഴാണ് നമുക്ക് അറബി ഭാഷയിൽ നിന്ന് ഒരുപാട് മലയാള പദങ്ങൾ ബാക്കിയായത്. ബാക്കി പോലും അറബിയാണ്. ബാക്കി എന്നാണ് അറബി. താലൂക്ക് ഉണ്ടായത്, തഹസിൽദാർ ഉണ്ടായത്, മുൻസിഫ് ഉണ്ടായത്, കയ്യിലുണ്ടായത്, ഇതെല്ലാം അറബി എന്നാണ്, അറബി ഭാഷയാണ്. അപ്പൊ അവര് കപ്പലിൽ വരുമ്പോൾ അവര് മാത്രമല്ല വരുന്നത്, അവരുടെ സംസ്കാരം, അവരുടെ ഭാഷ, അവരുടെ ജീവിത രീതി കൂടി വരും. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും അങ്ങനെ തന്നെ. പ്രത്യേകിച്ച് ലോകതലത്തിൽ ഈ വാണിജ്യങ്ങൾ നടക്കാൻ വേണ്ടി ചില പാതകൾ ഉണ്ടായിരുന്നു. സിൽക്ക് പാതകൾ എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. ഒന്നൊന്നല്ല, കുറേ എണ്ണം, ഒരുപാട് പാതകളുണ്ട്. പ്രത്യേകിച്ച് ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും. അന്ന് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യ അല്ല, വലിയൊരു ഇന്ത്യ. എന്നാലോ ചെറിയ 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 ഇന്ത്യ. വലിയ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ ഉൾപ്പെടുന്ന ഒരു മഹാസംഭവമായിരുന്നു. പക്ഷെ അതിനൊരു മഹാ പാർലമെന്റും മഹാ MP-മാരൊന്നും ഉണ്ടായിരുന്നില്ല. തിരിത്തിരിത്തിരിത്തിരിയുള്ള രാജ്യങ്ങളാണ്. ഇപ്പൊ നമ്മളിവിടെ തന്നെ കുറച്ചങ്ങോട്ട് പോയ സാമൂതിരി രാജാവാണ് കോഴിക്കോട് രാജ്യം. ഇത്തിരി അപ്പുറത്തേക്ക് പോയി കാണെങ്കിൽ ഈ വടക്കൻ വീരഗാഥന്റെ നാട്ടിൽ പോയാൽ അവിടെ രാജാവ് മാറി, വേറെ ആളാണ്. കുറച്ചും കൂടി മാനന്തവാടി സൈഡിലേക്ക് പോയാൽ പഴശ്ശിയാണ് അവിടുത്തെ രാജാവ്, അത് വേറെ രാജ്യമാണ്. ഏറനാട്ടിൽ വേറെ രാജ്യമാണ് അല്ലേ. നമ്മളെ തിരുവിതാംകൂർ വേറെ, തിരുകൊച്ചി വേറെ. ഈ പറയപ്പെട്ട ഇന്ന് കേരളം എന്നറിയപ്പെടുന്ന ഈ കൊച്ചു സംസ്ഥാനം തന്നെ എത്ര രാജ്യങ്ങളാണ്, പലതരത്തിലുള്ള തമ്പ്രാക്കന്മാരും രാജാക്കന്മാരും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ വലിയ ഇന്ത്യ രാജ്യത്ത് എത്ര രാജ്യം ഉണ്ടായിട്ടുണ്ടാവും. അവരെല്ലാവരും കച്ചവടം എന്നുള്ള നിലയിൽ ആശ്രയിച്ചിരുന്നത്, ചരക്ക് നീക്കത്തിന് ആശ്രയിച്ചത് വിമാനങ്ങളല്ല, കപ്പലുകളാണ്. അപ്പൊ ഈ കപ്പലിങ്ങനെ ആഞ്ഞ്, നമ്മളെ നൂഹ് നബിന്റെ കപ്പലിനെ കുറിച്ചല്ലോ, ബിസ്മില്ലാഹി മജ്റേഹ വ മുർസാഹ, ഇതിങ്ങനെ ആഞ്ഞും ചെരിഞ്ഞും ചാഞ്ഞും, അതും യന്ത്രങ്ങളില്ലാത്തൊരു കാലത്ത് കടൽക്കാറ്റിനെ മാത്രം ആശ്രയിച്ചിട്ട് ഈ സാധനം പോവാന്ന് പറഞ്ഞാല് ഇത് തുഴഞ്ഞു നീങ്ങാൻ പറ്റൂല. ചരക്കുകൾ എന്ന് പറയുന്നത് ചെറിയ സാധനങ്ങൾ മാത്രമല്ല, വലിയ ചരക്കാണ് നീങ്ങുന്നത്. അത് കടൽക്കാറ്റിനനുസരിച്ച് പായ തിരിച്ചു കെട്ടി പായക്കപ്പലുകൾ ഇങ്ങനെ പോവാണ്. അത് എന്തു വലിയ ആയത്താണ്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അങ്ങനെ സഞ്ചരിക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ, വെള്ളത്തിൻ്റെ മുകളിൽ ഇത് പൊങ്ങിക്കിടന്നില്ലായിരുന്നെങ്കിൽ, അതുമാത്രമല്ല ഇന്നത്തെ പോലെയുള്ള നാവിഗേറ്ററോ നമ്മളെ കയ്യിലുള്ള ഉപകരണങ്ങളൊന്നും ഇല്ലാതെ ഇപ്പം ഈ ആകാശത്തിൻ്റെ വിമാനത്തിൽ പോണതിനെ കുറിച്ച് പറഞ്ഞ പോലെ ഈ കടലിനും ഒരു സ്വഭാവമുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങോട്ട് കാണുന്ന പോലെ തന്നെയാണ്, കുറച്ചപ്പുറത്ത് ചെന്ന് ഇങ്ങോട്ട് നോക്കിയാലും കാണുക. കരയല്ല കാണുക, ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ കര കാണൂല, പിന്നെ കടൽ തന്നെയാണ്. എങ്ങോട്ട് നോക്കിയാലും ഒരേപോലെ ഉണ്ടാവും. അപ്പൊ ഈ എങ്ങോട്ട് നോക്കിയാലും ഒരുപോലെ ഉണ്ടാകുന്നിടത്ത് എങ്ങനെയാണ് അവർ പോയത്? നക്ഷത്രങ്ങൾ നോക്കിയിട്ടാണ് അവർ പോയത്. അപ്പൊ നക്ഷത്ര വായന എന്ന് പറയുന്ന ഒരു ഇൽമുണ്ട്, മനസ്സിലായില്ലേ? ശരിക്കും പറഞ്ഞാൽ സഞ്ചാരികളുടെ
സഞ്ചാരത്തെ നിയന്ത്രിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ നക്ഷത്ര വായന. പക്ഷെ അതിനെ ആളുകൾ എന്താക്കി? അന്ധവിശ്വാസത്തിന് വേണ്ടിയിട്ട് നീ ഏതാ നക്ഷത്രം, നീ എന്താ സംഗതി, അത് നിന്റെ ഭാവി എന്ന് പറഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് അതിനെ മാറ്റിയതാണ്. യഥാർത്ഥത്തിൽ സഞ്ചാരികളുടെ സഞ്ചാരത്തിന് ഒരുപാട് സംഗതികൾക്ക് ആകാശ വായന എന്ന് പറയുന്ന വലിയൊരു ഇൽമാണ്. ഉപകരണങ്ങൾ നമ്മുടെ ഒരുപാട് കഴിവുകൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇപ്പൊ ചെരുപ്പ് ചവിട്ടി ശീലമുള്ള ആൾക്ക് ചെരുപ്പില്ലാണ്ട് നടക്കാൻ കഴിയില്ല. പണ്ട് ചെരുപ്പില്ലാതെ നമുക്ക് ഏത് ദുർഘട പാതയിലും നടക്കാൻ സാധിക്കുമായിരുന്നു. നമുക്കല്ല, ചെരുപ്പില്ലാത്ത കാലത്ത് ജീവിച്ചവർ. അതേപോലെ നമ്മളുടെ കാൽക്കുലേറ്റർ വന്നപ്പോൾ മനക്കണക്ക് പോയി. ഇപ്പൊ മനക്കണക്കിന് ഇപ്പൊ ഈ ഗുണനപ്പട്ടിയൊക്കെ പഠിക്കണതിൻ്റെ ഒരു കഥ എന്താന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അല്ലേ? പക്ഷേ മുമ്പ് അങ്ങനെയല്ല. മുമ്പ് നമ്മളിങ്ങനെ ഇതെടുത്ത് ഇങ്ങനെ തൊട്ടുകൂട്ടൊന്നും വേണ്ട. നമ്മുടെ കഴിവുകൾ കുറയും. ഉപകരണങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കഴിവുകൾ കുറയും. ഉപകരണം കൂടുന്നതിനനുസരിച്ച് കഴിവുകൾ കുറയും. നിങ്ങളെ വീട്ടിൽ എത്ര ആളുകൾക്ക് അമ്മിൻ്റെ മുകളിൽ ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാം എന്ന് നോക്കിയാൽ മതി. പുതിയ ആൾക്കാർക്ക്, ന്യൂജൻ, ഗൾഫിൽ നിന്ന് കുഴിമന്തിയും അല്ലാത്ത മന്തിയൊക്കെ വരുന്നതിൻ്റെ മുമ്പേ നമ്മളെ നാട്ടിൽ പണ്ടേ ഉണ്ടായിരുന്ന മന്തിയാണ് ചമ്മന്തി. പിന്നല്ലേ ഈ മന്തിയൊക്കെ വന്നത്. അപ്പം നമുക്ക് ശരിക്കും ആത്മബന്ധം ഉണ്ടാവേണ്ട മന്തി ചമ്മന്തിയാണ്. പക്ഷേ എത്ര ആളുകൾക്ക് ഇന്ന് മന്തി വന്നപ്പോൾ ചമ്മന്തി സൈഡായി അല്ലേ? അപ്പം എത്ര ആൾക്കാർക്ക് എന്താ അതിപ്പോൾ കഴിയാത്തെന്തോ ഒരു കുറ്റമായിട്ടൊന്നല്ല ഞാൻ പറയുന്നത്. ഉപകരണം വരുമ്പോൾ എന്താവും? മറ്റുള്ളത് പോയി പോകും, കഴിവുകൾ കുറഞ്ഞു പോകും എന്നാണ്. അപ്പം മുമ്പൊക്കെ ആകാശം നോക്കിയിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ, ഒരു പ്രവചനം പോലെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, പഴമക്കാരെ ഇങ്ങനെ മേഘങ്ങളെ നോക്കിയിട്ട് പറയും എപ്പോഴാണ് മഴ പെയ്യാന്ന്. അത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലുള്ളവർ മാത്രമൊന്നുമല്ല, സാധാരണ മനുഷ്യന്മാർ പറയുമായിരുന്നു. അപ്പം ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് ഇതിൻ്റെ അകത്ത് അടിച്ചു നോക്കിയാൽ മതി നമ്മൾ വെതർ എന്താണ്, എത്ര ഡിഗ്രി ചൂടാണ്, എവിടെ എന്താന്നൊക്കെ. അപ്പോൾ മറ്റേത് വിട്ടു. ആയത്തുകളാണ് അത് എന്നാണ് ഖുർആൻ പറയുന്നത്. നിങ്ങളുടെ കപ്പലുകൾ സഞ്ചരിക്കുന്നതിനെ കുറിച്ച് മാത്രം ഒരാൾ ശാന്തമായി ഒന്ന് ആലോചിച്ചാൽ, നമ്മളെ ബഹളങ്ങളിൽ നിന്നും തിരക്കുകളിൽ നിന്നും മാറിയിരുന്ന് ചിന്തിച്ചാലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ മനസ്സിലാവില്ല. കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിത്യവും നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു പ്രത്യേകതയും തോന്നൂല. ഒന്നും വേണ്ട, നിങ്ങളെല്ലാവരും ഒരു മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ് നേരെ ഇരിക്കുക. എല്ലാവരും ഒറ്റ മിനിറ്റ് നേരെ. ഓക്കെ. എന്നിട്ട് നിങ്ങൾ ശ്വാസം അയക്കണതിനെ കുറിച്ച് മാത്രം ആലോചിച്ച് നോക്ക്. വേറെ ഒന്നും ലോകത്തുള്ള ഒന്നും ചിന്തിക്കണ്ട. ശ്വാസം അയക്കണതിനെ പറ്റി ആലോചിച്ച് നോക്ക്. എല്ലാവരും തിരിച്ചു വരി. ഓക്കെ. സംഗതി നമ്മൾ ആരും അതിനെക്കുറിച്ച് ആലോചിക്കലൊന്നുമില്ല. രാവിലെ ഇതിപ്പോൾ ആലോചിക്കും ഇപ്പോൾ ആരെങ്കിലും. പക്ഷെ ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ഈ സാധനം ഇങ്ങനെ അകത്തേക്ക് കയറി പോണ പുറത്ത് നമ്മൾ ആകെ ആലോചിക്കപ്പോഴാണ് ശ്വാസം മുട്ടുമ്പോഴാണ്. ശ്വാസം മുട്ടുമ്പോൾ ശരിക്കും ആലോചിക്കുക. നമ്മൾ അന്നേരം വേറെ ഒന്നും നമ്മളെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല. നമ്മളുടെ ഏക കൺസേൺ എന്തായിരിക്കും? നമ്മുടെ ശ്വാസം എന്നതായിരിക്കും. അപ്പം നമ്മളിങ്ങനെ വലിച്ചു നോക്കി. അപ്പം എന്താ കാര്യം എന്ന് വെച്ചാൽ, അപ്പോഴാണ് ഈ സാധനം നമ്മളിങ്ങനെ എത്രയാ വലിച്ചു കയറ്റിയത്, എത്രയാ പുറത്തേക്ക് തള്ളിയത്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ അപ്പോഴാ സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. അതെന്ന് പറഞ്ഞാൽ നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ അതൊരായത്താണ്. അതെങ്ങാനും നിലച്ചു പോയാൽ എന്ത് സംഭവിക്കും? അത് നിലച്ചല്ലോ. നമ്മൾ കൊറോണ ഉണ്ടായ സമയത്ത് കുറേ ആൾക്കാർ പെടഞ്ഞു മരിക്കണതിനെ കുറിച്ചൊക്കെ കണ്ടില്ലേ? ശ്വാസം കിട്ടാണ്ട്, ഓക്സിജൻ കിട്ടാണ്ട്, സിലിണ്ടർ കിട്ടാണ്ട് അല്ലേ, പല പ്രശ്നങ്ങൾ. ഇനി ഇങ്ങനെ കേൾവിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. എന്താ ഈ സംഭവിക്കണത്? അതിലെങ്ങനെ എന്തല്ലോ ചെവിയിലൂടെ എന്തോ പോകുന്നതുകൊണ്ട് മാത്രമല്ല, ചെവിയുള്ള എല്ലാവർക്കും കേൾക്കാൻ കഴിയില്ലല്ലോ. അപ്പം എന്താ കാണുന്നത്? എന്താണ് നമ്മൾ ഇങ്ങനെ കാണുകയാണ്. ഈ കാണുന്നത് എവിടെയാ ശരിക്കും കാണുന്നത്? കണ്ണുമ്മലല്ലല്ലോ കാണുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും. നമ്മൾ വെള്ളം കുടിക്കണതിനെ കുറിച്ച് ആലോചിച്ച് നോക്ക്. ഭൂമിയിലുള്ള ഒരു സാധനം എടുത്തിട്ട് പള്ളൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. എല്ലാം കുടിക്കാനും പറ്റൂല, എല്ലാം ഇറക്കാൻ പറ്റൂല. എന്നാൽ ഒരിക്കൽ കുടിച്ചത് അതേമാതിരി ഇങ്ങോട്ട് തിരിച്ചെടുക്കാൻ പറ്റൂല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു സാധനം വളരെ അത്ഭുതമല്ലേ? നമ്മൾ വളരെ സിമ്പിളായിട്ട് ഗ്ലാസ് വെള്ളം എടുക്കുന്നു, കുടിക്കുന്നു. കുടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തൊരു പ്രാണി ഉണ്ടായിനോ?
അപ്പൊ ഇടങ്ങേറായി. പ്രാണിയൊന്നുമില്ല, പക്ഷെ തോന്നിയതാണ്. ആ തോന്നലും കൊണ്ട് നമ്മൾ എത്ര നടക്കും? ഉണ്ടായിനോ? ഉണ്ടാവില്ല. അല്ല ചിലപ്പോൾ ഉണ്ടെങ്കിലോ? അതൊന്നും ഉണ്ടാവില്ല ഇല്ലേ? എന്താ സംഭവം? വളരെ ചെറിയ സംഭവമാണ്. നമുക്ക് ഒരുപാട് അസുഖവും ഒരുപാട് കിഡ്നി ഫെയിലിയറും ഹാർട്ട് ഫെയിലിയറും വിക്കലവും ഒന്നും വേണ്ട. നമുക്ക് ചെറിയൊരു സാധനം ഉണ്ടായാൽ മതി. ഏതേമാതിരി തിന്ന് കഴിഞ്ഞാൽ അത് ഉള്ളി തന്നെ അതിനല്ലേ കൂറേ, അത് വെറുതെ തോന്നിയാൽ മതി. ആ തോന്നിക്കഴിഞ്ഞാൽ എന്തായി? നമ്മളിങ്ങനെ അടിച്ചും ഇട്ടിണ്, പക്ഷെ സത്യത്തിൽ അത് എന്തായിരുന്നു? അത് മനുഷ്യനിറങ്ങാൻ വേറെന്തോ ചെയ്യണോ? ചെറിയൊരു സാധനം മതി. ചെറിയൊരു സാധനം ഉണ്ടാവണമെങ്കിൽ ഇവിടെയുള്ള ഈ നെറ്റ്വർക്കിൽ എന്തോ ഒരു ചെറിയൊരു ചിപ്പ് ഒന്നും കൂടി തിരിഞ്ഞു പോവേ, ഒന്ന് അടർന്നു പോവേ, ഒന്ന് ചതുങ്ങി പോവേ ചെയ്താൽ കഴിഞ്ഞില്ലേ? ആന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊക്കെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ശുക്രൻ ലില്ലാഹ് അല്ലേ? അതിനെക്കുറിച്ചാണ് അള്ളാഹ് പറയുന്നത്. ഇതൊക്കെ ആയത്താണ്. എന്നിട്ട് പറയാണ് ഭൂമിയെക്കുറിച്ച് ഫഅഹ്യാ ബിഹി, ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. വളരെ സിമ്പിളാണ്. ഈ അന്തരീക്ഷം എത്ര പെട്ടെന്ന് മാറിയത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളിങ്ങനെ എരിപിരി കൊള്ളായിരുന്നു, AC ഒന്നും മതിയാകണില്ല, AC-ക്കൊക്കെ തണുപ്പ് കുറഞ്ഞ് ആകെ ഇടങ്ങേറായി. ഇപ്പോൾ വെള്ളം ഇങ്ങനെ അങ്ങ് വന്ന്, ആ വെള്ളം വരുന്ന രീതിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. വെള്ളം എങ്ങനെയാണ് ഇറങ്ങുന്നത്? ഈ വന്ന വെള്ളം എല്ലാം കൂടി ഒരു പാത്രത്തിൽ നിന്ന് ഒഴിക്കണവര് അല്ലെങ്കിൽ ഭൂമി തകർന്നു. അങ്ങനെ സ്പ്രേ ചെയ്തു, നമുക്ക് തന്നു, അന്തരീക്ഷം മാറി, നമുക്ക് സന്തോഷമായി. അപ്പോൾ ആകാശത്ത് നിന്ന് വെള്ളത്തെ ഇറക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പോഴാണ് എന്താ സംഭവിക്കുന്നത്? ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, ഭൂമി ഇങ്ങനെ മരിച്ചു കിടക്കുകയായിരുന്നു, പൊടിപാറുന്ന, ഒരു ജീവന്റെ തുടിപ്പും ലക്ഷണവും ഇല്ലാത്തൊരു ഭൂമിയായിരുന്നു. വെള്ളം കൊണ്ട് വന്നോട് കൂടിയിട്ട് പുല്ല് മുളച്ചു, കൂണുകളുണ്ടായി അല്ലേ? ആ പുൽച്ചാടി ഉണ്ടായി. അങ്ങനെ മണ്ണ് കൊത്തി വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരകളെ കാണാൻ തുടങ്ങി, മണ്ണിരകളെ കാണാൻ തുടങ്ങി. ഭൂമിക്ക് ജീവൻ വെച്ചു. വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ, എന്നിട്ട് അള്ളാഹു ഈ ഭൂമിയിൽ ജീവികളെ പരത്തി. എന്തെല്ലാം ജീവികളാണ് ഉള്ളത്? ഞമ്മക്കിപ്പോൾ നമ്മൾ മാത്രമാണ് ജീവി. നമ്മളെ മേല് ജീവിക്കണ അത്ര ജീവിയുണ്ട്. വേറെയുള്ള നായും പൂച്ചയും പന്നിയും പട്ടിയൊക്കെ പോട്ടെ, നമ്മളെ മേല് ജീവിക്കണ എത്ര ജീവികൾ. നമ്മുടെ നാവിൽ, നമ്മുടെ വായിൽ, നമ്മുടെ കൈകളിൽ ഒക്കെ ജീവിക്കുന്ന ആയിരക്കണക്കായിട്ടുള്ള ജീവജാലങ്ങൾ ഉണ്ട്. അതേപോലെ തന്നെ കാറ്റുകളെ തിരിച്ചുവിടുക. കാറ്റുകളെ തിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കപ്പലോട്ടത്തിന് പറഞ്ഞല്ലോ, യന്ത്രങ്ങളൊന്നും അല്ലല്ലോ, ഇരുന്ന് തുഴയാൻ പറ്റുമോ? അതുമല്ല. കാറ്റുകളെ തിരിച്ചുവിടുന്നതിനനുസരിച്ചാണ് കപ്പലുകൾ എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകുന്നത്. എന്ന് മാത്രമല്ല, ഈ കാറ്റുകളുടെ സഞ്ചാരം എന്ന് പറയുന്നത്, വായു, നമ്മൾ പറയല്ലേ ഒരു ഇല അനങ്ങുന്നില്ല, എന്താ ചൂട് എന്ന് പറയില്ലേ? ആരാ ഇല അനക്കുക? നമ്മൾ പോയിട്ട് മരം പിടിച്ച് കുലുക്കേ? എത്ര കുലുക്കൂ? അപ്പൊ കാറ്റ് നിശ്ചലമായാൽ നമ്മുടെ ജീവിതം ദുസ്സഹമാകും. കാറ്റ് നിശ്ചലമാകാതെ കാറ്റിന് എന്ത് ചെയ്യുന്നു അല്ലാഹു തആല? അതിനെങ്ങനെ സഞ്ചരിപ്പിക്കുകയാണ്. അതിലൂടെയാണ് മനുഷ്യന് ആശ്വാസം ഉണ്ടാകുന്നത്, നമുക്ക് നല്ല വായു കിട്ടുന്നത്, നമ്മുടെ ദുർഗന്ധം നീങ്ങിപ്പോകുന്നത് എങ്ങനെയാണ്? കാറ്റാണ്. സുഗന്ധം ഉണ്ടാവുന്നതും കാറ്റാണ്. നമ്മുടെ ശ്വാസം നടന്നു പോകുന്നതും, നേരത്തെ നിങ്ങൾ ശ്വാസം അയച്ചു നോക്കിയില്ലേ? ഈ വായു എന്താവുമ്പോഴാണ്? ചലിക്കുമ്പോഴാണ്. പടച്ചതമ്പുരാൻ പറയാണ് അത് നിങ്ങൾക്കൊരായത്താണ് എന്ന് പറഞ്ഞാൽ, ആയത്തുൽ കുർസി ഓതും പോലെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതും പോലെ, അലിഫ് ലാം മീം ഓതും പോലെ, അത് നിങ്ങൾക്ക് ഹിദായത്തിന് കാരണമാകുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലെ ഇത്തരം ആയത്തുകളും നിങ്ങളുടെ ഹിദായത്തിന് എന്താവണം? കാരണമാകേണ്ടതുണ്ട്. പക്ഷേ ഇതൊക്കെ ആയത്താവുക ആർക്കാണ്? ലിഖൗമി യഖ്ലൂൻ, അഖ്ലുള്ള ആളുകൾക്ക്. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ചിഹ്നങ്ങൾ കണ്ടാൽ, സിഗ്നലുകൾ കണ്ടാൽ ആ ചിഹ്നങ്ങൾ വായിക്കുന്നിടത്ത് തകരാറുകൾ സംഭവിച്ചു. അങ്ങനെ തകരാറുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഹിദായത്തിന് പകരം ദലാലത്താണ് സംഭവിക്കുക. ഇത്രയും പറഞ്ഞതിന് ശേഷം വലിയ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്.
ഈ പറഞ്ഞതാണ് കാര്യം. ആ പറഞ്ഞ കാര്യത്തിൽ നിന്ന് നമുക്ക് അടുത്തത് വേഗം മനസ്സിലാവും. വമിനന്നാസ്, ജനങ്ങളിൽ ഉണ്ട്, മയ്യത്തഹിദു, സ്വീകരിക്കുന്ന ആൾക്കാർ, തഹദ എടുക്കുന്ന ആൾക്കാർ, സ്വീകരിക്കുന്നവർ, മിൻ ദൂനില്ല, അള്ളാനെ കൂടാതെ, അള്ളാഹ് അല്ലാത്തവരെ, അൻദാദ, പങ്കുകാര്, സമന്മാർ. അപ്പൊ നമ്മൾ വിചാരിക്കും അള്ളാഹനല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത്, അള്ളാഹിന്റെ പേരിലല്ലാതെ നേർച്ച നേരുന്നവരെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ആരാധന എന്ന് പറഞ്ഞ് മനസ്സിലാക്കി വെച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നുമല്ല റബ്ബ് ഇവിടെ പറയണത്. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ, അവര് എന്താ ചെയ്യുന്നത്? അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവര് വേറെ ചില ആൾക്കാരെ സ്നേഹിക്കുന്നു. അള്ളാഹനെ സ്നേഹിക്കുന്നത് പോലെ, അതായത് അള്ളാഹനെ സ്നേഹിക്കേണ്ടതുപോലെ വേറെ ആരെയെങ്കിലും സ്നേഹിച്ചാൽ, നിങ്ങളവിടെ ആരാധന മനസ്സുണ്ടോ, അഭൗതികമായ ചിന്താഗതിയുണ്ടോ, നിങ്ങൾ ദിക്റ് ചൊല്ലണുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും വിഷയമുള്ള കാര്യമല്ല. അപ്പൊ ഷിർക്കിനെ കുറിച്ച് നമ്മൾ പരമ്പരാഗതമായി മനസ്സിലാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചില ബോധ്യങ്ങളെ തിരുത്തുക കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് ഷിർക്ക് എന്ന് പറഞ്ഞാൽ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം വേറെ ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്നതാണ് ഷിർക്ക് എന്ന് പറയുന്നത്. മുസ്ലിം സമൂഹത്തിലെ വേറെ വലിയൊരു വിഭാഗം പറയുന്നു, അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ വേറെയുള്ളവരോടും പ്രാർത്ഥിക്കാം, പക്ഷെ അള്ളാഹാണെന്ന് വിചാരിക്കാൻ ഞാൻ മതിയെന്ന്, ഇലാഹാണെന്ന് വിചാരിച്ച് ദ്വാരുന്നാലേ പ്രശ്നമുള്ളൂ എന്ന്. ഇലാഹാന്ന് വിചാരിക്കാതെ ആരോടും ദ്വാരക്കാന്ന് ഒരു കൂട്ടർ. അങ്ങനല്ല, വിചാരിച്ചാലും വിചാരിച്ചില്ലെങ്കിലും അള്ളാഹു അല്ലാത്തവരോട് ദ്വാരക്കാൻ പാടില്ല. പക്ഷെ ദ്വാവും അതുപോലെ തന്നെ മതപരമായ ആരാധനാനുഷ്ഠാനപരമായ സംഗതികൾ ഒന്നുമില്ലെങ്കിൽ പോലും, ഒരു ആത്മീയമായ അഭൗതികമായ കാര്യം ഇല്ലെങ്കിൽ പോലും അള്ളാഹു വളരെ ശക്തമായി ഇവിടെ ഒരു ശിർക്കിനെ പഠിപ്പിച്ചു തരാണ്. എന്താണത്? അള്ളാഹിനെ സ്നേഹിക്കേണ്ടതുപോലെ വേറുള്ളവരെ സ്നേഹിക്കുക. സൂറത്ത് തൗബയിൽ വിശദമായിട്ട് പറഞ്ഞല്ലേ, ഇൻകാന ആബാഉക്കും വബനാഉക്കും അല്ലേ, നിങ്ങളുടെ ബാപ്പമാരോ നിങ്ങളുടെ മക്കളോ സഹോദരി സഹോദരന്മാരോ ഭാര്യ ഭർത്താക്കന്മാരോ നിങ്ങളുടെ കച്ചവടമോ നിങ്ങളുടെ വീടോ, ഇതൊക്കെ അള്ളാഹുവിനെയും റസൂലിനെയും അവന്റെ മാർഗത്തിലുള്ള ജിഹാദിനെയും സ്നേഹിക്കുന്നതിനേക്കാൾ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അപ്പൊ അവിടെ എന്താ പറയണത്? സ്നേഹത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ആരോടാണ് സ്നേഹമുള്ളത് എന്നതാണ്. എല്ലാവരും സ്നേഹിക്കണം, അമ്മനെയും വാപ്പനെയും മക്കളൊക്കെ സ്നേഹിക്കണം. പക്ഷേ അള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെ താഴെ വരാൻ പാടുള്ളൂ, റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെ താഴെ വരാൻ പാടുള്ളൂ, ജിഹാദിനോടുള്ള സ്നേഹത്തിന്റെ താഴെ വരാൻ പാടുള്ളൂ. അപ്പോൾ ചിലർ അള്ളാഹുവിന് സമന്മാരെ കൽപ്പിക്കുന്നവരാണ്. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ, അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. വല്ലദീന ആമനു, എന്നാൽ അറിയുക, വിശ്വാസികളായ ആൾക്കാര് അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവരേറ്റവും കൂടുതൽ ആരെയാണ് സ്നേഹിക്കുക? അള്ളാഹുവിനെയാണ്. വലൗ യറല്ലദീന ളലമൂ ഇദ് യറൗനൽ അദാബ്, അക്രമികളായ ആൾക്കാരെ കുറിച്ച് പറയാണ്. അവര് പരലോക ശിക്ഷയെ നേരിൽ കാണുമ്പോൾ അവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കും. എന്താണ്? അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, എല്ലാ ശക്തിയുള്ളത് ആർക്കാണ്? അള്ളാഹുവിനാണ് എല്ലാ ശക്തിയും. വഅന്നല്ലാഹ ശദീദുൽ അദാബ്, അള്ളാഹു കാരുണ്യവാനാണ്, സ്നേഹമുള്ളവനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, റഊഫാണ്, റഹീമാണ്, എല്ലാം ആണ്. അതോടൊപ്പം അള്ളാഹു എന്താണ്? കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ദയയെക്കുറിച്ചും അനുകമ്പയെക്കുറിച്ചും ഒന്നും തന്നെ നമ്മൾ വിചാരിക്കാൻ പാടില്ല, പരിധി വിട്ട വിചാരം ഉണ്ടാവാൻ പാടില്ല. അത് അള്ളാഹ് അങ്ങ് പൊറുത്തോളും എന്ന് വിചാരിക്കാൻ പാടില്ല. അള്ളാഹു പൊറുക്കുന്നവനാണ്. തീർച്ചയായിട്ടും അള്ളാഹുവിനെ സ്നേഹിക്കുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കുകയും അവൻ്റെ കലാമിനോട് ആദരവ് കാണിക്കുകയും ചെയ്താൽ അള്ളാഹു റഊഫാണ്, റഹീമാണ്. ഇനി ഒരുപാട് കാലം അങ്ങനെ ഒന്നല്ലാണ്ട് ജീവിച്ചു പോയാലും അള്ളാഹു തവ്വാബാണ്. അള്ളാഹു ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവനാണ് അവൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നവർക്ക്. ഇതാണ്. ഇനി ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇൻഷാ അള്ളാഹ് അടുത്ത കുറച്ച് കാര്യങ്ങളൂടി ഉണ്ട്. കുറച്ചും കൂടി നമ്മളൊരു തടിമ പിടിക്കുന്ന, നമ്മൾ ഇറച്ചിമലേക്ക് ഇറങ്ങുന്ന ഒന്ന് രണ്ട് വർത്താനം അള്ളാഹ് പറയുന്നുണ്ട് ഇതിൻ്റെ അടുത്ത്. ഇൻഷാ അള്ളാഹ് അത് നമുക്ക് വലിയൊരുന്നാളൊക്കെ കഴിഞ്ഞിട്ട്
ഇൻഷാ അള്ളാ പറയാൻ ശ്രമിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പം ഇന്ന് ഉച്ചക്ക് 1 മണിക്കാണ് ഞാൻ ഇൻഷാ അള്ളാ വീട്ടിൽ നിന്ന് ഇറങ്ങണത്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഹജ്ജിന് പോവാണ്. അപ്പോൾ മാഷർ നിങ്ങൾ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. ശമ്പളം മുതൽ കുറേ ആളുകൾ നിങ്ങളങ്ങനെ വിചാരിക്കാൻ പാടുണ്ടോ? അത് എന്താ സംഭവം എന്ന് വെച്ചാൽ സാധാരണ നാട്ടിൽ അങ്ങനെയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ വല്യാപ്പൻ്റെ പെങ്ങളെ മോളെ കുട്ടി ഹജ്ജിന് പോകുമ്പോഴും കൂടി എന്ത് ചെയ്യില്ല, അന്ന് വേറൊന്നിനും ആരും പോവില്ല. അപ്പം അങ്ങനെ വേണ്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്താൽ എല്ലാ കാര്യവും ഭംഗിയായി നടക്കും. തീർച്ചയായിട്ടും നിങ്ങളെ ഓർക്കാണ്ടുണ്ടൊരു ജീവിതം ഹജ്ജ് ഉംറയും മാത്രമല്ലല്ലോ, നിങ്ങൾ നമ്മളെ കൽബ് കയറിയിട്ട് ഇപ്പം എത്രയായി? അൽഹംദുലില്ലാ. തീർച്ചയായിട്ടും നിങ്ങൾ ദുആ ചെയ്യുക. അള്ളാഹു ലോകത്തെമ്പാടുമുള്ള ഹാജിമാർക്കും അവരുടെ വഴി എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.